ദ സൺ ദ മൂൺ ആൻഡ് സ്റ്റാർ എന്നുള്ള യൂണിറ്റിൽ നമുക്ക് എക്സാം വരുന്ന സമയത്ത് ആ ഒരു പാഠം മൊത്തം എടുത്തിരുന്ന് വായിക്കുക എന്നുള്ളത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതുപോലെ അതിൽ പോയിൻറ്റ്സൊക്കെ മാത്രം നോട്ട് ചെയ്യുക എന്നുള്ളതും എഴുതാൻ മടിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസൊക്കെ എങ്ങനെ പഠിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാഠം മൊത്തം എടുത്തിട്ട് അതിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻസും വേർഡ്സൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പതിയെ കേട്ടും മനസ്സിലാക്കുക. വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക. എങ്കിലും നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി ഈസി ആയിരിക്കും. ഈ ഒരു പാഠം ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് സൺ ദ മൂൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ളതിൻ്റെ എക്സാം നോട്ട്സ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? ദ യൂണിവേഴ്സ് ഈസ് എ ബിഗ്. യൂണിവേഴ്സ് വളരെ വലുതാണ് അല്ലേ. ഓപ്പൺ പ്ലേസ് ദാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ്. യൂണിവേഴ്സ് ഒരു ഓപ്പൺ പ്ലേസ് ആണ്. നിരവധി ഘടകങ്ങൾ നമ്മുടെ യൂണിവേഴ്സിനകത്തുണ്ട്. ദ യൂണിവേഴ്സ് ഈസ് എ ബിഗ് ഓപ്പൺ പ്ലേസ് ദാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ്. നെക്സ്റ്റ്, ഇത് സൺ, the earth, the plants, the moon and stars are object in the universe. നമ്മുടെ യൂണിവേഴ്സിനകത്താണ് എന്തൊക്കെ വരുന്നത്? ദ സൺ, ദ എർത്ത്, ദ പ്ലാനറ്റ്സ്, ദ മൂൺ ആൻഡ് സ്റ്റാർസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ യൂണിവേഴ്സിനകത്താണ് വരുന്നത്. നെക്സ്റ്റ്, ദ സ്കൈ ഈസ് എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. നമ്മുടെ സ്കൈ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു പാർട്ടാണെന്നാണ് പറയുന്നത്. ദ സ്കൈ ഈസ് എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദ സൺ. സണ്ണിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ദ സൺ ഈസ് ദ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ഇൻ ദ സ്കൈ. നമ്മുടെ സണ്ണ് വളരെ പ്രകാശമുള്ള ഒരു വസ്തുവാണ് ആകാശത്തിൽ അല്ലേ. ദ സൺ ഈസ് ദ ബ്രൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ഇൻ ദ സ്കൈ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ സ്റ്റാർ ക്ലോസറ്റ് ടു ദ എർത്ത്. അതായത് നമ്മുടെ എർത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റാറാണ് നമ്മുടെ സണ്ണ്. ഇറ്റ് ഈസ് ദ സ്റ്റാർ closest to the earth. Next, the sun is a huge ball of very hot gases. എന്തൊക്കെയാണ്? The sun is a huge ball of very hot gases. സണ്ണിനകത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ട് ഗ്യാസസ് ഉണ്ടെന്നാണ് പറയുന്നത്. സണ്ണ് ഭയങ്കര ഹീറ്റാണല്ലോ, അതുകൊണ്ടാണ്. ഇറ്റ് ഗീവ്സ് അസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. സണ്ണ് എന്താ നമുക്ക് തരുന്നത്? ഇറ്റ് ഗീവ്സ് അസ് heat and light. Next, there would be no life on earth without the sun. അതായത് there would be no life on without the sun. നമ്മുടെ സണ്ണില്ല എങ്കിൽ നമ്മുടെ എർത്തിൽ നമുക്കൊരു ലൈഫ് ഉണ്ടാവില്ല, നമുക്ക് സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ആനിമൽസിനാണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഹ്യൂമൻസിനാണെങ്കിലും എല്ലായിട്ടും നമ്മുടെ സണ്ണ് വേണം. സണ്ണുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ പഠിക്കുന്നത് ദ സൺ ഫാമിലി, അതായത് സോളാർ സിസ്റ്റം. കേട്ടിട്ടില്ലേ? സോളാർ സിസ്റ്റം. ദ സൺ ഹാസ് 8 പ്ലാനറ്റ്സ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ഇറ്റ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മെയിനായിട്ട് പഠിക്കുന്നത് ദ സൺ ഹാസ് 8 പ്ലാനറ്റ്സ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ഇറ്റ്. നമ്മുടെ സണ്ണിന് ചുറ്റും 8 പ്ലാനറ്റ്സ് ഉണ്ടല്ലേ. പിന്നെ ദ എർത്ത് ഈസ് വൺ ഓഫ് ദിസ് പ്ലാനറ്റ്. അതിലൊന്നാണ് നമ്മുടെ എർത്ത്. എർത്ത് എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണല്ലോ. ദ എർത്ത് ഈസ് വൺ ഓഫ് ദിസ് പ്ലാനറ്റ് ഡു നോട്ട് ഹാവ് ദിയർ ഓൺ ലൈറ്റ്. അവിടെ നമ്മുടെ പ്ലാനറ്റിന് ലൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. പ്ലാനറ്റ്സ് ഡു നോട്ട് ഹാവ് ദിയർ ഓൺ ലൈറ്റ്. നമ്മുടെ പ്ലാനറ്റ്സിനൊന്നും സ്വന്തമായിട്ട് വെളിച്ചമില്ല. ദേ ഗെറ്റ് ലൈറ്റ് ഫ്രം ദ സൺ. അവർക്ക് ലൈറ്റ് വരുന്നുണ്ട്. എവിടെ നിന്നാണ്? സണ്ണിൽ നിന്ന്. ദേ ഗെറ്റ് ലൈറ്റ് ഫ്രം ദ സൺ. പിന്നെ ദ സൺ ആൻഡ് ഇറ്റ് 8 പ്ലാനറ്റ്സ് ബിലോങ് ടു സോളാർ സിസ്റ്റം. എന്താണ്? ദ സൺ ആൻഡ് ഇറ്റ് ഈസ് 8 പ്ലാനറ്റ്സ് ബിലോങ് ടു സോളാർ സിസ്റ്റം. സണ്ണും 8 പ്ലാനറ്റ്സും ചേർന്ന് വരുന്നതിനെ പറയുന്നതാണ് സോളാർ സിസ്റ്റം. പിന്നെ നമ്മളതിൽ പഠിക്കുന്നത് സ്റ്റാർസ് ആൻഡ് കൺസെൽറ്റലേഷൻ ആണ്. അതായത് സ്റ്റാർസും കൺസെൽറ്റലേഷൻ, അതായത് നക്ഷത്ര രാശികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അതിലെന്താ പഠിക്കുന്നത്? സ്റ്റാർസ് ആർ ഹ്യൂജ് ബോൾ ഓഫ് ഹോട്ട് ഗ്യാസ്. നമ്മുടെ സ്റ്റാറിനകത്തൊക്കെ ആ മിന്നുന്ന വെളിച്ചം പോലെയല്ല, സ്റ്റാറിനകത്ത് ഹോട്ട് ഗ്യാസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. സ്റ്റാർസ് ആർ ഹ്യൂജ് ബോൾ ഓഫ്
ഹോട്ട് ഗ്യാസസ്. പിന്നെ ഓൺ എ ക്ലിയർ നൈറ്റ് വി ക്യാൻ സീ ദ തൗസൻഡ്സ് ഓഫ് സ്റ്റാർ ട്വിങ്ക്ലിംഗ്. എന്താ പറയുന്നത്? ഓൺ എ ക്ലിയർ നൈറ്റ്, തെളിഞ്ഞ ആകാശത്ത്, തെളിഞ്ഞ രാത്രിയിൽ, വി ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് സ്റ്റാർ ട്വിങ്ക്ലിംഗ്. എന്താണ്? നമുക്ക് ഒരുപാട് ആയിരക്കണക്കിന് സ്റ്റാർസ് ഇങ്ങനെ മിന്നുന്നത് കാണാം അല്ലേ ആകാശത്ത്. ദ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിങ് എ ഷേപ്പ് ഓർ പാറ്റേൺ ഈസ് കോൾഡ് എ കൺസ്റ്റലേഷൻ. എന്താ പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിങ് എ ഷേപ്പ് ഓർ പാറ്റേൺ. അതായത് ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ അത് പല ഷേപ്പിലൊക്കെയും പല പാറ്റേണിലൊക്കെ നമുക്ക് കാണാൻ പറ്റാറില്ലേ? നമ്മൾ പറയാറില്ലേ ആകാശത്ത് വേട്ടക്കാരനുണ്ട്, അതുപോലെ തോണി കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയാറില്ലേ? അതാണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിങ് എ ഷേപ്പ് ഓർ പാറ്റേൺ ഈസ് കോൾഡ് കൺസ്റ്റലേഷൻ. അതായത് നമ്മുടെ അങ്ങനെ കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ പറയുന്നത്, അത് ഓരോ രാശികളാണ് അവയൊക്കെ പറയുന്ന പേരാണ് കൺസ്റ്റലേഷൻ. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ബിയർ, ഓറിയോൺ, ഹെർക്കുലിസ്. ഇതൊക്കെ നമ്മുടെ കൺസ്റ്റലേഷന് എക്സാമ്പിൾസ് ആണ്. ഗ്രേറ്റ് ബിയർ, ഓറിയോൺ, ഹെർക്കുലിസ്. നമുക്ക് അധികം ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ ആകാശമാണ് എങ്കിൽ നമുക്കവിടെ എന്താ കാണാൻ പറ്റും? നമുക്ക് ഒറിയോണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? ആകാശത്ത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടുത്തത് കൺസ്റ്റലേഷൻ ഹാവ് ബീൻ നെയ്മഡ് ആഫ്റ്റർ എനിമൽസ് ഓർ പീപ്പിൾ ഫ്രം ഓൾഡ് മിത്ത്. എന്താ പറയുന്നത്? ഈ കൺസ്റ്റലേഷൻ ഉണ്ടല്ലോ, അവയെ ബേസ് ചെയ്തിട്ടാണ് പണ്ട് നമ്മുടെ ആനിമൽസ് ആണെങ്കിലും ഓൾഡ് ഹ്യൂമൻസ് ഉണ്ടല്ലോ, പഴയ കാലത്തെ ആൾക്കാർ, അവരൊക്കെ പല കാര്യങ്ങളും കണ്ടെത്തിയിരുന്നതും തീരുമാനിച്ചിരുന്നതൊക്കെ നമ്മുടെ ഈ കൺസൾട്ടേഷനെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മൾ ഇന്ന ദിവസമായി, ഇന്ന മാസങ്ങളായി എന്നൊക്കെ കണക്കാക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഈ കൺസൾട്ടേഷനെ ആസ്പദമാക്കിയിട്ടാണ്. എന്നാൽ ഇന്ന് സയൻസ് ഒരുപാട് ഇമ്പ്രൂവ് ആയല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ കൺസൾട്ടേഷനെ ആസ്പദമാക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതലായിട്ട് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് തന്നെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എന്നാൽ പഴയ കാലത്ത് കൺസൾട്ടേഷൻ ഹാവ് ബീൻ നെയ്മഡ് ആഫ്റ്റർ എനിമൽസ് ഓർ പീപ്പിൾസ് ഫ്രം ഓൾഡ് മിത്ത്. പണ്ടത്തെ ഒരു മിത്താണ് ഈ കൺസൾട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മളതിൽ പഠിക്കുന്നത് ദ മൂണാണ്. ദ മൂൺ ഈസ് എ ബോൾ ഓഫ് റോക്ക് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. ഈ മൂണെന്ന് പറയുന്നത് ഒരു വലിയ പാറക്കഷ്ണാണല്ലേ, ബോളിൻ്റെ ഷേപ്പിൽ വരുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്, നമ്മുടെ എർത്തിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ദ മൂൺ ഈസ് എ ബോൾ ഓഫ് റോക്ക് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. പിന്നത്തെ ലൈൻ, ഇറ്റ് ഈസ് ദ എർത്ത് നിയറസ്റ്റ് നെയ്ബറിങ് സ്പേസ്. എന്താണ്? നമ്മുടെ എർത്തിൻ്റെ അയൽവാസിയാണ് നമ്മുടെ മൂണല്ലേ. ഇറ്റ് ഈസ് ദ എർത്ത് ഈസ് നിയറസ്റ്റ് നെയ്ബറിങ് സ്പേസ്. നമ്മുടെ എർത്തിൻ്റെ നിയറസ്റ്റ് നെയ്ബറാണ് നമ്മുടെ ആര്? മൂണെന്ന് പറയുന്നത്. ദ മൂൺ ഹാസ് നോ ലൈറ്റ് ഇറ്റ് ഈസ് ഓൺ. അതായത് ദ മൂൺ ഹാസ് നോ ലൈറ്റ്സ് ഓഫ് ഇറ്റ് ഓൺ. അതായത് നമ്മുടെ മൂണിന് സ്വന്തമായിട്ട് വെളിച്ചമില്ല. അപ്പം നിങ്ങൾക്ക് തോന്നും അല്ലേ, ആകാശത്തെ രാത്രിയിൽ ചന്ദ്രൻ്റെ വെളിച്ചം കാണുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മുടെ മൂണിന് യഥാർത്ഥത്തിൽ ലൈറ്റ് ഇല്ല. ദ മൂൺ ഹാസ് നോ ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. അവയ്ക്ക് പ്രകാശമില്ല, പക്ഷേ അതിന് പ്രകാശം കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ്? ഇറ്റ് ഷൈൻ വിത്ത് ലൈറ്റ് ഫ്രം ദ സൺ. എവിടെ നിന്നാണ്? നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റ് കൊണ്ടാണ് നമ്മുടെ മൂണിന് ലൈറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇറ്റ് ഷൈൻ വിത്ത് ലൈറ്റ് ഫ്രം ദ സൺ. നെക്സ്റ്റ്, ദ മൂൺസ് ഷേപ്പ് സീം ടു ചേഞ്ച് എവരി ഡേ. അതായത് നമ്മുടെ മൂണിന് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. മൂൺ ഓരോ ദിവസവും ചിലപ്പോൾ 1-2 ഇടവിട്ടിട്ടൊക്കെ നോക്കുന്ന സമയത്ത് മൂണിന് ഓരോ ഷേപ്പ് പോലെയാണല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ദ മൂൺസ് ഷേപ്പ് സീം ടു ചേഞ്ച് എവരി ഡേ. മൂണിൻ്റെ ഷേപ്പ് ഓരോ ദിവസം നമുക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മൂണിൻ്റെ ഷേപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനെയാണ് പറയുന്നത് ഫേസ് ഓഫ് ദ മൂൺ. എന്തൊക്കെയാണ് ഫേസ് ഓഫ് ദ മൂണിൽ വരുന്നത്? ന്യൂ മൂൺ, ക്രസൻറ്റ് മൂൺ, ഹാഫ് മൂൺ, ഗിബ്ബസ് മൂൺ, ഫുൾ മൂൺ. ഇത്രയാണ് നമ്മുടെ മൂണിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അതിൽ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ മൂൺ ഈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സണ്ണിൻ്റെ ഡാർക്ക് സൈഡാണ് കേട്ടോ. അതായത് മൂൺ ഈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, ഡാർക്ക് സൈഡ് ഫേസ് ഓഫ് എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഒരു ഇരുണ്ട ഭാഗം വരുന്ന സമയത്താണ്
നമ്മുടെ ന്യൂ മൂൺ വരുന്നത്. നമ്മുടെ കറുത്ത വാവ് എന്നൊക്കെ പറയാറില്ലേ, ഈ ന്യൂ മൂൺ വരുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല അല്ലേ? എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ വരുന്നത് ക്രസൻറ്റ് മൂണാണ്. ക്രസൻറ്റ് മൂൺ എന്ന് പറഞ്ഞാൽ ഈ ന്യൂ മൂൺ കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രസൻറ്റ് മൂണിനെ കാണാൻ പറ്റും. നമ്മുടെ ഈ തേങ്ങാപ്പൂൾ പോലെയൊക്കെ, അതാണ് ക്രസൻറ്റ് മൂൺ. സ്മോൾ പോർഷൻ ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ. അതായത് ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് മൂണിൻ്റെത് നമുക്ക് ആകാശത്ത് കാണാൻ കഴിയും. ക്രസൻറ്റ് മൂൺ, സ്മോൾ പോർഷൻ ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ. നെക്സ്റ്റ് ഹാഫ് മൂൺ. ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ മൂൺ ഈസ് വിസിബിൾ. നമുക്ക് ഹാഫ് മൂൺ കാണാൻ പറ്റും. അതായത് ഈ ന്യൂ മൂൺ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 4-5 ദിവസമൊക്കെ, 4-5 ദിവസമല്ല, ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിലെത്തും. ആ സമയത്ത് നമുക്കിവിടെ ഹാഫ് മൂണിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഗിബ്ബസ് മൂൺ എന്ന് പറയുന്നത്. മോർ ദാൻ ഹാഫ് ഈസ് വിസിബിൾ ആണ്. അതായത് ഈ ഹാഫ് മൂണിനെ പോലെ തന്നെ ഹാഫ് മൂണിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഗിബ്ബസ് മൂൺ എന്ന് പറയുന്നത്. ഈ ഗിബ്ബസ് മൂണിന് നേരെ പോകുന്നത് എവിടത്തേക്കാണ്? ഫുൾ മൂണിലേക്കാണ്. ഫുൾ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഫേസിങ് എർത്ത് ഈസ് ഫുള്ളി ഇറ്റ്. അതായത് നമ്മുടെ സണ്ണിൻ്റെ ലൈറ്റ് ശരിക്കും ഫുള്ളായിട്ട് നമ്മുടെ മൂണിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫുൾ മൂൺ കാണാൻ പറ്റുന്നത്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശമുള്ള, നമ്മളെ തെളിഞ്ഞ ആകാശത്ത് നോക്കുമ്പോൾ നല്ല വട്ടത്തിലുള്ള ചന്ദ്രനെ കാണാൻ പറ്റാറില്ലേ? അതാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഫുൾ മൂൺ സൈഡ് ഫേസിങ് എർത്ത് ഈസ് ഫുള്ളി ഇറ്റ്. നമുക്ക് ആ എർത്തിൻ്റെ ആ ഒരു ഭാഗത്ത് സണ്ണിൻ്റെ ലൈറ്റ് മുഴുവനായിട്ട് അടിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഫുൾ മൂൺ അവിടെ കാണാൻ പറ്റും. ദ ഡിഫറൻറ്റ് ഷേപ്പ് ആർ കോൾഡ് ഫേസ് ഓഫ് ദ മൂൺ. എന്താണ്? ഈ നമ്മുടെ മൂണിൻ്റെ ഡിഫറൻറ്റ് ഷേപ്പിനെ പറയുന്നതാണ് ഫേസ് ഓഫ് ദ മൂൺ. ദ ഡിഫറൻറ്റ് ഷേപ്സ് ആർ കോൾഡ് ഫേസ് ഓഫ് ദ മൂൺ. നെക്സ്റ്റ്, ഇറ്റ് ടേക്ക് അബൌട്ട് 28 days ഫോർ മൂൺ ടു ഗോ അറൗണ്ട് ഇത്. അതായത് ഇറ്റ് ടേക്ക് അബൌട്ട് 28 days. നമ്മുടെ മന്ത്ലി 28 ദിവസവും നമ്മുടെ മൂൺ ഇങ്ങനെ നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്താണ് നമുക്ക് എന്തൊക്കെ മൂണിൻ്റെ പല ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ന്യൂ മൂൺ വരുന്നുണ്ട്, ക്രസൻറ്റ് മൂൺ, ഹാഫ് മൂൺ, ഗിബ്ബസ് മൂൺ, ഫുൾ മൂൺ. പിന്നെയും നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഫുൾ മൂൺ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തിരിഞ്ഞ് ന്യൂ മൂണിലേക്കാണ് പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു സൈക്കിൾ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇമേജ് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വരുന്നത് ഒരു ക്വിക്ക് റിവിഷൻ വേർഡ്സ് ആണ്. അതായത് ദ സൺ ഈസ് ദ നിയറസ്റ്റ് എർത്ത് അല്ലേ? നമ്മുടെ സണ്ണ് ഭൂമിയുടെ അടുത്തുള്ള ഒരു സ്റ്റാർ ആണെന്നാണ് പറയുന്നത്. പിന്നെ ദ സൺ ആൻഡ് 8 പ്ലാനറ്റ്സ് ഫ്രം ദ സോളാർ സിസ്റ്റം നമ്മൾ മുമ്പ് പഠിച്ചല്ലേ? ദ സൺ ആൻഡ് ഇറ്റ് ഈസ് 8 പ്ലാനറ്റ്സ് ഫ്രം ദ സോളാർ സിസ്റ്റം. പിന്നെ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിങ് എ ഷേപ്പ് ഈസ് കോൾഡ് കൺസെൽറ്റേഷൻ. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോമിങ് എ ഷേപ്പ് ഈസ് കോൾഡ് കൺസെൽറ്റേഷൻ. പിന്നെ വരുന്നത് ദ മൂൺ ഈസ് എ ബോൾ ഓഫ് റോക്ക് റിവോൾവിങ് അറൗണ്ട് ദ എർത്ത്. എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മൂണ് നമ്മുടെ എർത്തിന് എർത്തിന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ദ മൂൺ ഈസ് എ ബോൾ ഓഫ് റോക്ക് റിവോൾവിങ് എർത്ത്. നെക്സ്റ്റ്, ദ മൂൺ ചേഞ്ച് ഷേപ്പ് ബിക്കോസ് ഓൺലി പാർട്ട് ഓഫ് ഇറ്റ് റിസീവിങ് സൺലൈറ്റ്. ദ മൂൺ ചേഞ്ച് ഷേപ്പ് ബിക്കോസ് ഓൺലി പാർട്ട് ഓഫ് ഇറ്റ് റിസീവിങ് സൺലൈറ്റ്. നമ്മുടെ മൂണ് പല ഷേപ്പിലേക്ക് ചേഞ്ച് ആവുന്നില്ലേ? ആ സമയത്ത് നമ്മുടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സൺലൈറ്റ് നമ്മുടെ മൂണ് റിസീവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞെങ്കിൽ ഏതാണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയി, ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നമുക്കത് എഴുതാൻ പറ്റും.